ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്നൊരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ അനന്തുവിൻ്റെയും സരിതയുടെയും ഏട്ടത്തിയുടെ സ്റ്റോറി. ആ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ബാക്കി ഈ പോർഷൻ കേൾക്കണേ. തുടങ്ങാം. അനന്തൂട്ടൻ എന്നെ ആരായിട്ട് വേണേലും കാണാം, കാമുകിയായിട്ടോ ഭാര്യയായിട്ടോ, അനന്തൂട്ടൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ ഇനി ഏട്ടത്തിയമ്മയായി മാത്രം കാണരുത്. ലഞ്ച് ടൈമിൽ സരിത തനിക്ക് അയച്ച ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുകയാണ് അനന്തു. എനിക്കിഷ്ടമാണ് അനന്തൂട്ടൻ്റെ കാമുകിയാവാൻ, അതിലേറെ ഇഷ്ടമാണ് ഭാര്യയാവാൻ. ഞാൻ ആദ്യം മനസ്സിലാഗ്രഹിച്ചത് അനന്തൂട്ടനെയല്ലേ. ഞാൻ ഒത്തിരി കൊതിച്ചതാ എൻ്റെ കുട്ടനെ. ഏട്ടൻ്റെ ഭാര്യ എന്നതിനപ്പുറം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സരിത എഴുതിയത് കൗതുകത്തോടെയാണ് അനന്തു വായിക്കുന്നത്. ഏട്ടൻ നല്ലവനാ, എന്നോട് നല്ല സ്നേഹ. എനിക്കും ഏട്ടനെ ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാലും എനിക്ക് അനന്തൂട്ടനെ വേണം, ആരും അറിയാതെ എൻ്റെ കാമുകനായിട്ട്, പിന്നെ എൻ്റെ ഭർത്താവായിട്ട്, പിന്നെ എൻ്റെ എല്ലാമായിട്ട്, എൻ്റെ ജീവനായിട്ട്. തന്നെ എത്രമാത്രം ഏട്ടത്തെ ആഗ്രഹിച്ചിരുന്നു എന്ന് അനന്തുവിന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അവൾ എഴുതിയ ഓരോ വരികളും. പിന്നെ അനന്തൂട്ട, നമ്മളിനി സൂക്ഷിക്കണം കേട്ടോ. ജയേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ മീനു, അവൾ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. അവൾ അറിയാതെ, അമ്മ അറിയാതെ, ആരും അറിയാതെ നമുക്ക് ഇത് വായിച്ച അപ്പം അനന്തൂട്ടൻ എനിക്ക് വിളിക്കണം. കാണാൻ കൊതിയാവാ എനിക്ക്. ദാഹാർത്തിയായ കാമുകിയായാണ് ആ മെസ്സേജ് സരിത അവസാനിപ്പിച്ചത്. അനന്തു നോക്കുമ്പോൾ അവൾ ഓൺലൈനിലുണ്ട്. അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഏട്ടത്തി ഏത് വീട്ടിലാ? അവൻ ചോദിച്ചു തീർന്നതും അവിടെ ബ്ലൂടിക്ക് തെളിഞ്ഞു. ഏട്ടത്തി മൊബൈലിലേക്ക് നോക്കിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഉടനെ മറുപടിയും വന്നു. അനന്തൂട്ട, ഞാൻ ഊണ് കഴിച്ച് ഇപ്പോൾ ഇങ്ങ് വന്നേ ഉള്ളൂ. നീ കഴിച്ചോ കുട്ടാ? അതിനനന്തു മറുപടി പറഞ്ഞില്ല. അവൻ്റെ മറുപടിക്കായി കാത്തു നിന്ന സരിതയുടെ ഫോണിലേക്ക് വന്നത് വീഡിയോ കോളാണ്. അനന്തു വീഡിയോ കോൾ വിളിക്കുന്നതറിഞ്ഞ് അവളൊന്ന് പുളഞ്ഞു. വേഗം തന്നെ അവൾ കോൾ എടുത്തു. അനന്തുവിൻ്റെ സുന്ദരമായ ചിരിക്കുന്ന മുഖം സരിത സ്ക്രീനിൽ കണ്ടു. രണ്ടാളും പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. സമയം കടന്നു പോയിട്ടും അവരൊന്നും സംസാരിച്ചില്ല. കണ്ണിലേക്ക് നോക്കിയുള്ള ആ മൗനത്തിൽ തന്നെ അവർ 100 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അനന്തൂട്ടാ, പ്രണയം വഴിഞ്ഞൊഴുകുന്ന കൊഞ്ചലോടെ സരിത വിളിച്ചു. ഏട്ടത്തി വേണ്ട, ഏട്ടത്തി വേണ്ട അനന്തൂട്ട. ഏട്ടത്തി അമ്മയെ കാണാനാവില്ലെന്ന് അനന്തൂട്ടനല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ പിന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നേ? വേണ്ട. ഏട്ടൻ്റെ ഭാര്യയായി 4 വർഷം ജീവിച്ച സരിതയുടെ ചിണുങ്ങൽ അത്ഭുതത്തോടെയാണ് അനന്തു കണ്ടത്. പിന്നെ ഞാൻ എന്താ വിളിക്കുക? എന്തും, അനന്തൂട്ടന് ഇഷ്ടമുള്ളത് എന്തും, ഏട്ടത്തിയെന്നൊഴിച്ച് വേറെന്തും. നോക്കട്ടെ, വിളിച്ചത് ശീലിച്ചതുകൊണ്ട് പെട്ടെന്നങ്ങ് മാറ്റാൻ സാരമില്ല. അനന്തൂട്ട ശ്രമിച്ചാൽ മതി. പിന്നെ എന്ത് വിളിക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഏട്ടത്തിന്ന് തന്നെ മതി. കൂടുതൽ സംസാരിക്കാനൊന്നും രണ്ടാൾക്കും പറ്റുന്നില്ല. കൂടുതൽ സമയവും അവർ തമ്മിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ കഴിഞ്ഞവരാണെങ്കിലും ആദ്യമായി കാണുന്ന പോലെയാണ് അവർ പരസ്പരം നോക്കിയത്. സ്നേഹവും ഇഷ്ടവും പ്രണയവും കാമവും അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നു. കുറേ നേരം അനന്തുവിനെ നോക്കിയിരിക്കാനും സരിതയ്ക്കായില്ല. അവൻ കാണുക തന്നെ നാവ് നീട്ടി ചുണ്ട് നക്കി. പിന്നെ ചുണ്ടൊന്ന് കടിച്ചു വിട്ടു. തുപ്പലിൽ തിളങ്ങി നിൽക്കുന്ന ആ തടിച്ച ചുണ്ടുകളിലേക്ക് അനന്തു കൊതിയോടെ നോക്കി. എന്താടാ കുട്ടാ? അവൻ്റെ നോട്ടം കണ്ട് സരിത കൊഞ്ചി. ഒന്നുമില്ല, ഏട്ടൻ നാളെ വരൂ. സരിതയാ പറഞ്ഞതിന് അർത്ഥങ്ങൾ പലതുണ്ടായിരുന്നു. പക്ഷേ മീനു വീട്ടിലുണ്ടാവുമ്പോൾ ഒന്നും നടക്കില്ലെന്ന് സരിതയ്ക്ക് തന്നെ അറിയാം. നിനക്ക് ജോലിക്ക് കയറാനായോടാ കുട്ടാ? എന്നാ വൈകിട്ട് നേരത്തെ വരണം, ഞാൻ കാത്തിരിക്കും. ഒരു ഭാര്യയെപ്പോലെ സരിത പറഞ്ഞു. പിന്നെ ചുണ്ട് കൂർപ്പിച്ച് അവനൊരുമ്മ കൊടുത്ത് വേഗം ഫോൺ കട്ടാക്കി.
അനന്തു ഫോൺ പോക്കറ്റിലിട്ട് ഒരു ചിരിയോടെ ഓഫീസിലേക്ക് കയറി. ഒരുച്ചയുറക്കം കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറി സരിത വൈകിട്ടോടെയാണ് തറവാട്ടിലേക്ക് ചെന്നത്. അനന്തുവുമായി വീഡിയോ കോൾ ചെയ്തതിന് ശേഷം പിന്നെയും ചിലതൊക്കെ ചെയ്തിട്ടാണ് അവൾ ഉറങ്ങാൻ കിടന്നത്. ഉറക്കം കഴിഞ്ഞ് കുളിക്കുമ്പോൾ അവൾ പിന്നെയും ഒന്നുകൂടി ആവർത്തിച്ചു. എത്ര ആയിട്ടും അവൾക്ക് മതിയായില്ല. അനന്തുവിനെ ഓർക്കും തോറും അവൾക്ക് കടി കൂടിക്കൂടി വന്നു. അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി തന്നെയാണ് സരിത കാമുകനെ കാത്തിരുന്നത്. അവൾ തന്നെ മുൻകൈയെടുത്ത് നല്ല സമൂസ ഉണ്ടാക്കി വെച്ചു. ഏട്ടത്തിയുടെ പുളിപ്പറിയാതെ മീനുവും അടുക്കളയിൽ ഏട്ടത്തിയെ സഹായിച്ചു. പതിവ് പോലെ തന്നെ സരിത വാചാലയായിരുന്നു. പക്ഷേ അവളുടെ മുഖം പതിവില്ലാതെ തുടുത്തത് മീനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മുറ്റത്തേക്ക് കയറി വരുന്ന ബൈക്കിൻ്റെ ശബ്ദം അനന്തുവിൻ്റേതാണെന്ന് അടുക്കളയിൽ നിന്ന് തന്നെ സരിത തിരിച്ചറിഞ്ഞു. അവൾ അടിമുടിയൊന്ന് പുളകം കൊണ്ടു. ദേഹമാസകലം ഒരു തരിപ്പുണ്ടായി. അനന്തുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അവൾക്ക് കൊതിയായെങ്കിലും അവൾ അടങ്ങി നിന്നു. സരിതയുടെ പാറ്റം അറിയാതിരുന്ന മീനു വേഗം ഭർത്താവിനെ സ്വീകരിക്കാനായി പോയി. സരിത അടുക്കള വാതിലിലൂടെ എത്തി നോക്കി. മീനു ചിരിച്ച മുഖത്തോടെ അനന്തുവിനെ അകത്തേക്ക് കയറ്റുന്നതും അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങുന്നതും കൊതിയോടെ സരിത നോക്കി. മീനുവിൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അനന്തുവിനെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലൊരു ഉമ്മ കൊടുത്ത് പിന്നെ ഒരു ഫ്രഞ്ച് കൂടി അടിച്ചേനെ എന്ന് കഴപ്പോടെ സരിത ഓർത്തു. ഇന്ന് സമൂസ ഉണ്ടാക്കിയോ? ഏട്ടത്തിയാവും ഉണ്ടാക്കിയത്. ഏട്ടത്തി ഉണ്ടാക്കുന്ന സമൂസയുടെ അതേ മണം. ഹാളിലേക്ക് കയറിയതേ അനന്തു പറയുന്നത് സരിത കേട്ടു. സന്തോഷം കൊണ്ട് താൻ ഓടിച്ചെന്ന് അവനെ വല്ലതും ചെയ്ത് കളയുമോയെന്ന് സരിത ശരിക്കും പേടിച്ചു. സമൂസയുടെ മണത്തിൽ നിന്ന് അതുണ്ടാക്കിയത് താനാണെന്ന് അവൻ കണ്ടുപിടിച്ചു കളഞ്ഞു. കള്ളൻ. ഏട്ടത്തി ഉണ്ടാക്കിയാൽ മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയാലും സമൂസയ്ക്ക് ഇതേ മണവാ. മീനു കുശുമ്പോടെ പറയുന്നത് സരിതയ്ക്ക് ചിരി വന്നു. ഏതായാലും ഏട്ടത്തി ഉണ്ടാക്കിയ സമൂസ കഴിച്ചിട്ടാവാം ഇന്നത്തെ കുളി. ആ പൂതി മോനങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കുളി കഴിയാതെ പച്ച വെള്ളം ഈ വീട്ടിൽ നിന്ന് തരൂല്ല. ചെന്ന് കുളിച്ചിട്ട് വാ. അപ്പോഴേക്ക് സമൂസ ചൂടാറും മീനു. ചൂടോടെ കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. അനന്തു പറയുന്നതിൽ ചില ദ്വയാർത്ഥം മീനുവിന് മനസ്സിലായില്ലെങ്കിലും കഴപ്പിയായ സരിതയ്ക്ക് മനസ്സിലായി. ചൂടാറിയാലും രുചിയുണ്ടാവും. വേഗം ചെന്ന് കുളിച്ചോ, അല്ലേ എല്ലാം കൂടി ഞാനും ഏട്ടത്തിയും അമ്മയും തിന്നും. മീനു അനന്തുവിനെ തള്ളിക്കൊണ്ട് മുറിയിൽ കയറ്റി. അവരുടെ കുസൃതി സരിത കൊതിയോടെ നോക്കി നിന്നു. അനന്തുവിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ പറ്റാഞ്ഞതിൽ ഒരു നിരാശ സരിതയ്ക്കുണ്ടായെങ്കിലും ചാടിക്കേറി ചെന്ന് ഇന്ന് തന്നെ എല്ലാം കുളമാക്കണ്ടല്ലോ എന്നോർത്ത് അവൾ ക്ഷമിച്ചിരുന്നു. അനന്തു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും സരിതയും മീനുവും കൂടി എല്ലാം ടേബിളിൽ നിരത്തി. സരിത അമ്മയ്ക്ക് പഞ്ചസാര ഇടാത്ത ചായ ഒഴിച്ചു കൊടുത്തു. അനന്തു മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ നേരെ എതിരിൽ സരിത ഇരുന്നു. വാതിൽ തുറക്കുമ്പോൾ തന്നെ അവന് തന്നെ കാണാവുന്ന രീതിയിൽ. നിങ്ങൾ ചായ കുടിച്ചോ മക്കളെ? അവൻ്റെ കുളി കഴിഞ്ഞ് വന്ന് അവൻ കുടിച്ചോളും. അമ്മ രണ്ട് മരുമക്കളോടുമായി സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. ഒരു കാക്കക്കുളി കുളിച്ച് അനന്തു വന്നു. അവൻ നോക്കിയത് തന്നെ സരിതയുടെ മുഖത്തേക്കാണ്. പ്രണയവും കാമവും കലർന്ന ആ മുഖം ചുവന്ന് തുടുത്തിരുന്നു. ഏട്ടത്തിയമ്മ അല്ലാതെ വെറും ഒരു പെണ്ണായി ആദ്യമായി അനന്തു സരിതയെ കണ്ടു. അവളുടെ സൗന്ദര്യം കണ്ടു. തിളങ്ങുന്ന കണ്ണുകളിൽ പ്രണയവും കാമവും കണ്ടു. ഇങ്ങോട്ടിരിക്കുക അനന്തൂട്ടാ, നിന്നെയും കാത്താ ഇവരിയ്ക്കുന്നേ. അമ്മ പറഞ്ഞത് കേട്ട് അനന്തു ഇരുന്നത് സരിതയുടെ നേരെ എതിരെയാണ്. വൃത്തിയായിട്ടൊക്കെ കുളിച്ചോ ആവോ സമൂസക്കുതിയൻ. മീനു ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചുകൊണ്ട് ഭർത്താവിനെ കളിയാക്കി. മീനു അല്പം വൃത്തിക്കാരിയാണ്. നല്ല വീർത്ത സമൂസയാണല്ലോ ഏട്ടത്തിയുടെ. പാത്രത്തിൽ നിന്ന് ഒരു സമൂസ എടുത്ത് അനന്തു പറഞ്ഞു. സരിത അത് കേട്ടെങ്കിലും അവൾ അനന്തുവിനെ കാണുകയാണ്. ഒരു കാവിമുണ്ടും ഇന്നർ ബനിയനും മാത്രമാണ് അനന്തുവിൻ്റെ വേഷം. കുളി കഴിഞ്ഞ് മുടി പറത്തിയിട്ടിരിക്കുകയാണ്. അധികം കട്ടിയില്ലാത്ത മീശ അവൻ്റെ വെളുത്ത മുഖത്തിനഴകാണ്. താടി ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്. ബനിയൻ്റെ കഴുത്തിലൂടെ അവൻ്റെ മാറിലെ കട്ടിയില്ലാത്ത രോമങ്ങൾ കാണാം. ഏട്ടത്തിയുടെ മാത്രമല്ല, ഞാനുണ്ടാക്കുന്ന സമൂസയും വീർക്കാറുണ്ട്. മീനു കാര്യം അറിയാതെ അനന്തുവിനെ ശുണ്ടി പിടിപ്പിക്കുകയാണ്.
നിൻ്റേതും വീർത്തതാ. എന്നാലും ഏട്ടത്തിയുടെ സമൂസയാ ഒന്നുകൂടെ വീർത്തത് അല്ലേ ഏട്ടത്തി? അനന്തു സരിതയുടെ കണ്ണിലേക്ക് നോക്കി. അത് നീ നോക്കി പറഞ്ഞാൽ മതി. അനന്തു പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായ സരിതയ്ക്ക് കഴപ്പടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രുചിയുമുണ്ട്. സമൂസയിൽ ഒരു കടി കടിച്ച് അനന്തു പറഞ്ഞു. ആ കടി തൻ്റെ മേനിയിൽ കിട്ടിയതുപോലെ സരിത ഒന്ന് പുളഞ്ഞു. ചൂടോടെ തിന്നാൽ നല്ല രുചിയുണ്ടാവും. തൻ്റെ കഴപ്പ് മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ സരിത നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചൂടോടെ തന്നെ തിന്നണം. അനന്തു സമൂസ ആസ്വദിച്ച് കഴിച്ചു. അമ്മ മക്കളുടെ സംസാരം കേട്ട് സാവധാനം ചായ കുടിച്ചു. മീനുവും ഇടയ്ക്കൊക്കെ സംസാരിച്ചു. ഏട്ടൻ ഇന്ന് വരുമോ ഏട്ടത്തി? മീനുവിൻ്റെ ചോദ്യത്തിനൊപ്പം ടേബിളിനടിയിലൂടെ ഒരു കാല് തൻ്റെ കാലിൽ വന്ന് തഴുകുന്നത് അനന്തു അറിഞ്ഞു. അവൻ സരിതയെ നോക്കി. അവൾ സാരമില്ലെന്ന് കണ്ണടച്ച് കാട്ടി. ഇല്ല മീനു, ഇന്ന് വരില്ല. ഇന്ന് മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് നടന്നില്ലാത്രേ. നാളെ രാത്രിയെ ഏട്ടൻ മടങ്ങും. മീനുവിനോടാണ് പറയുന്നതെങ്കിലും അനന്തു അറിയാനാണ് സരിത അത് പറഞ്ഞത്. അനന്തു അർദ്ധഗർഭമായി സരിതയെ നോക്കി. സരിത കാലുകൊണ്ട് അവൻ്റെ കാലിൽ മൃദുവായി തഴുകി. ഏട്ടത്തി സമൂസ കഴിക്കുന്നില്ലേ? സരിത ചായ മാത്രം കുടിക്കുന്ന കണ്ട് അനന്തു ചോദിച്ചു. എനിക്കിഷ്ടം പഴംപൊരിയാ. സമൂസ നിനക്കിഷ്ടമാണല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയതാ. ചുണ്ടൊന്ന് നക്കിയിട്ട് സരിത പറഞ്ഞു. അവളുടെ കാല് തൻ്റെ കാലിലൂടെ മുകളിലേക്ക് വരുന്നത് അനന്തു പറഞ്ഞു. സമൂസ കൊതിയനാ ഏട്ടൻ. സമൂസ കിട്ടിയാ എന്ത് തീറ്റയാന്നറിയോ? നിഷ്കളങ്കതയുടെ പര്യായമാനം മീനു പറഞ്ഞു. ആണോ അനന്തൂട്ട? സമൂസ കിട്ടിയാ നീ നന്നായി തിന്നോ? നല്ല വീർത്ത സമൂസയാണെങ്കിൽ നന്നായി തിന്നും. സരിതയ്ക്കത് കഴിച്ചിട്ട് ഇരിക്കപ്പുറതിയില്ല. നല്ല പഴംപൊരി കിട്ടിയാൽ ഞാനും തിന്നും. സരിതയുടെ കാല് അവൻ്റെ തുട വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഈ അവസരത്തിൽ സരിത ധൈര്യപ്പെട്ടില്ല. അമ്മ ചായ കുടിച്ച് എണീക്കുന്നത് കണ്ട് സരിത വേഗം കാല് വലിച്ചു. മീനു അമ്മയുടെയും അവളുടെയും കാല് ഗ്ലാസ്സുമായി അടുക്കളയിലേക്കും പോയി. കള്ളൻ! വീർത്ത സമൂസ തിന്നാൻ കൊതിയാ കള്ളന്, അല്ലേടാ കുട്ടാ? സരിത വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു. ഏട്ടത്തിയുടെ സമൂസ നല്ല വീർത്തതായിരിക്കും അല്ലേ ഏട്ടത്തി? അത് നീ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അനന്തൂട്ട. അവനെ അങ്ങ് കടിച്ച് തിന്നാലോ എന്ന് സരിത കഴപ്പോടെ ചിന്തിച്ചു. കടിച്ച് തിന്നുന്നതാണോ ഏട്ടത്തിക്കിഷ്ടം? താൻ വിചാരിച്ച പോലല്ലിവൻ. എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാൻ തനിക്ക് എന്തിഷ്ടമാണ്? അനന്തൂട്ടൻ എങ്ങനെ തിന്നാലും എനിക്കിഷ്ടാ. മീനു വരുന്നത് കണ്ട് രണ്ടാളും സംസാരം നിർത്തി. സരിത എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. അനന്തു കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു. അന്ന് രാത്രിയുള്ള മീനുവിൻ്റെ അനന്തുവിൻ്റെ റൊമാൻസിൽ അനന്തുവിന് ഭയങ്കര ആവേശമായിരുന്നു. മീനു ചില കാര്യങ്ങൾക്കൊന്നും അനന്തുവിന് അനുവാദം കൊടുത്തിട്ടില്ല. പലതിനും അവൾക്ക് ചില ചിട്ടകളൊക്കെയുണ്ട്. ആയതിനാൽ ചില കാര്യങ്ങളൊക്കെ അവൻ ഇപ്പോഴും സ്വപ്നമാണ്. അനന്തു ആവേശം കൂടുതൽ കാണിക്കാൻ കാരണം കൂടെ കിടക്കുന്നത് മീനുവാണെങ്കിലും മനസ്സിലുള്ളത് സരിതയാണ്. സരിത ഈ സമയം ബെഡിൽ കുത്തിമറിയുകയാണ്. രാത്രി ഉറങ്ങാനായി മുറിയിൽ കയറിയ അപ്പോൾ തന്നെ അവൾ എല്ലാം അഴിച്ചെറിഞ്ഞു. മൊബൈലിൽ അനന്തുവിൻ്റെ ഫോട്ടോ നോക്കിയിരുന്നിട്ടും അവൾക്ക് കടി അടങ്ങുന്നില്ല. അവൾക്കിപ്പോൾ അവനെ കിട്ടണം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അനന്തുവിൻ്റെ വാതിലിൽ മുട്ടി മീനു അറിയാതെ അവനെ പുറത്തിറക്കിയാലോ എന്ന് സരിത ചിന്തിച്ചു. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടായില്ല. സഹിക്കാനാവാത്ത കഴപ്പുണ്ടെങ്കിലും വരും വരായിക അവൾക്ക് നല്ലോണം അറിയാം. അനന്തുവിന് ഇഷ്ടമാണെങ്കിലും അവനോട് പ്രണയമാണെങ്കിലും അതിനു മീതെയാണ് അവനോടുള്ള ശാരീരിക അഭിനിവേശം എന്ന് സരിത തിരിച്ചറിഞ്ഞു. അവനോട് പ്രണയമാണ്, പക്ഷേ അവനുമായി ശാരീരിക ബന്ധമാണ് താൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അസംതൃപ്തയായ ഒരു ഭാര്യയൊന്നുമല്ല താൻ. അത്യാവശ്യം സുഖവും തൃപ്തിയും ഭർത്താവിൻ്റെ കൂടെയുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. കാടൻ രീതിയൊന്നും അല്ലെങ്കിലും നന്നായിട്ട് തന്നെ ഏട്ടനെല്ലാം ചെയ്തു തരാറുമുണ്ട്. അല്പം കൂടി പരിക്കനായിക്കൂടെ ഏട്ടന് എന്ന് തോന്നാറുണ്ട്. എന്നാലും സുഖിക്കാറുണ്ട്. പക്ഷേ അനന്തൂനൊന്ന് കൊടുക്കണം. അത് തൻ്റെ ഒരു ആഗ്രഹമാണ്. അവൻ്റെ കൂടെ
അവൻ്റെ ഭാര്യയായി ജീവിക്കാനായിരുന്നു കൊതി. അതേതായാലും നടന്നില്ല, നടക്കേയില്ല. അവനൊപ്പം കിടക്ക പങ്കിടാൻ തടസ്സമൊന്നുമില്ലല്ലോ. എങ്ങനെ അനന്തുവിനെ തൻ്റെ ബെഡിലേക്കെത്തിക്കും എന്നാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. രാവിലെ സരിതയും മീനുവും അടുക്കളപ്പണിയിലാണ്. ഇന്നലെ രാത്രി അനന്തുവിൻ്റെ കൂടെ കിടക്കാൻ ഭാഗ്യമുണ്ടായ മീനുവിനെ തെല്ല അസൂയോടെയാണ് സരിത നോക്കിയത്. മീനുവിൻ്റെ എല്ലായിടത്തും സരിത പാളി നോക്കുന്നുണ്ട്. ഇവളെ ഇന്നലെ അവൻ നന്നായി പെരുമാറിക്കാണും. അമ്മയ്ക്കുള്ള ചായ മധുരമിടാതെ മാറ്റി വെച്ചോ എടത്തി? മീനുവിൻ്റെ ചോദ്യം കേട്ട് അവളെ കൊതിയോടെ നോക്കിയിരുന്ന സരിത വേഗം നോട്ടം മാറ്റി. ഇല്ല മീനു, ആ കപ്പിൽ കുറച്ച് ചായ മുക്കി വെച്ചേക്ക്, ബാക്കി പഞ്ചാര ഇട്ടോ. ഇഡ്ഡലിത്തട്ടിൽ നിന്നും വെന്ത ഇഡ്ഡലി ഓരോന്നായി പാത്രത്തിലേക്ക് എടുത്തിട്ട് സരിത പറഞ്ഞു. ഏതായാലും നമുക്കും അധികം പഞ്ചാര നന്നല്ല. ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ള മീനു കുറച്ച് പഞ്ചസാരയെ ചായയിലിട്ടുള്ളൂ. അനന്തു എണീറ്റോ മീനു? അവൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സരിതയ്ക്ക് തരിച്ചു. കുളിക്കാൻ കയറിയിട്ടുണ്ട്. മുകളിലെ മുറിയിൽ നിന്ന് കുഞ്ഞ് കരയുന്നത് അടുക്കളയിലേക്ക് കേട്ടു. ഇത്ര പെട്ടെന്ന് ഉണർന്നോ ചെക്കൻ? നീ ചെന്ന് പാല് കൊടുത്ത് കുറച്ചു നേരം കൂടെ അവനെ ഉറക്ക് മീനു. സരിത പറഞ്ഞത് കേട്ട് മീനു കൈ കഴുകി മുകളിലെ മുറിയിലേക്ക് പോയി. വേറെ വീടുണ്ടെങ്കിലും ഇപ്പോഴും സരിത തന്നെയാണ് ഇവിടുത്തെ അടുക്കള ഭരണം. മീനു ചില്ലറ സഹായമൊക്കെ ചെയ്ത് കൂടെ നിൽക്കുമെന്ന് മാത്രം. 2 മരുമക്കൾ ഒരുമിച്ച് കയറി വന്നതിൽ പിന്നെ അമ്മ അടുക്കളയിൽ കയറിയിട്ടില്ല. അമ്മയ്ക്കിപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ അടുക്കി വെക്കുമ്പോൾ സരിത പിന്നിൽ കാൽപെരുമാറ്റം കേട്ടു. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോടി ചെക്കൻ? തിരിഞ്ഞു നോക്കാതെ സരിത ചോദിച്ചു. അതിന് മറുപടി കിട്ടിയില്ല. പകരം തൻ്റെ പിൻകഴുത്തിൽ ഒരു നനുത്ത സ്പർശം അനുഭവപ്പെട്ട സരിത ഞെട്ടിപ്പുളഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. പക്ഷെ അവൾക്ക് തിരിയാനായില്ല. അതിനു മുമ്പ് അരക്കെട്ടിലൂടെ ഒരു ബലിഷ്ഠമായ കൈ അവളെ ചുറ്റിപ്പിടിച്ചു. അനന്തൂട്ടാ! കോരിത്തരിച്ചുപോയ സരിത വിറയലോടെ വിളിച്ചു. എന്താ അനന്തൂട്ടൻ്റെ പൊന്നിന് വേണ്ടത്? സരിതയ്ക്ക് ആ വിളി സഹിക്കാനായില്ല. അവൾ കുതറി മാറി വെട്ടിത്തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ വായിലാക്കി നുണഞ്ഞു. ഇത് അടുക്കളയാണെന്നോ അമ്മ താഴത്തെ മുറിയിലും മീനു മുകളിലെ മുറിയിലും ഉണ്ടെന്നോ സരിത മറന്നു. മീനു ഏത് നിമിഷവും ഇറങ്ങി വരുമെന്നതും സരിത മറന്നു. അനന്തൂനും വെറുതെ നിൽക്കാനായില്ല. കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ സരിതയുടെ ചുണ്ട് നുണഞ്ഞു. സരിത ചീറിക്കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് പടർന്നു കയറുകയാണ്. പക്ഷേ സാഹചര്യത്തെക്കുറിച്ച് 2 ആൾക്കും ബോധമുണ്ടായിരുന്നു. അനന്തുവിൻ്റെ ചുണ്ടിൽ ഒരു കടി കൊടുത്ത് സരിത അവനെ വിട്ടു. ഇന്ന് ഇഡ്ഡലിയാണോ ഏട്ടത്തി? കിതപ്പോടെ അനന്ത് ചോദിച്ചു. നിനക്കിഷ്ടമല്ലേ? സരിതയും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടത്തിയുടെ ഇഡ്ഡലി എനിക്കിഷ്ടമാണ്. എപ്പോഴാടാ നീ ഏട്ടത്തിയുടെ ഇഡ്ഡലി തിന്നുന്നേ? സഹിക്കാനാവാത്ത കഴപ്പോടെ സരിത നിന്ന് വിറച്ചു. എപ്പോഴാ ഏട്ടത്തി തരുന്നേ? ഇപ്പോൾ വേണോടാ അനന്തൂട്ടാൻ നിനക്ക്? വേണ്ട, അങ്ങനെ ധൃതി പിടിച്ച് തിന്നാലൊന്നും പോരാ. പിന്നെ അത് സാവധാനം മതി. ഇനിയൊന്നും കേൾക്കാനുള്ള ത്രാണി സരിതയ്ക്കില്ലായിരുന്നു. അവൾ നിന്നൊന്ന് വിറച്ചു. നീ ടേബിളിൽ ചെന്നിരിക്ക്, ഞാൻ കഴിക്കാനെടുക്കാം. സാരമില്ല ഏട്ടത്തി, വിഷമിക്കണ്ട. ഉടനെ നമുക്കൊരവസരം റെഡിയാക്കാം. എപ്പോഴാ അനന്തൂട്ടാ? ഏട്ടത്തിക്ക് സഹിക്കാൻ പറ്റണില്ലടാ. നമുക്ക് ശരിയാക്കാന്നേ, ഒന്ന് സമാധാനപ്പെടടി. ആ വിളി കേട്ട് സരിത അവനെ തുറിച്ചു നോക്കി. അനന്തൂട്ടൻ തന്നെ എടീന്ന് വിളിച്ചിരിക്കുന്നു. വീണ്ടും അവൻ്റെ ചുണ്ടുകൾ നുണയാൻ തോന്നിയതും അത് മനസ്സിലാക്കി അനന്തു വേഗം അടുക്കളയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് പോയി. ഒരവസരം ഉടനെ ശരിയാക്കാമെന്ന് അനന്തു പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. മാസം 1 കഴിഞ്ഞിട്ടും സരിത കൊതിച്ചതുപോലൊന്നും നടന്നില്ല. ഒന്നും നടന്നില്ലെന്ന് പറയാൻ പറ്റില്ല, ചിലതൊക്കെ നടന്നു. അവർ നന്നായിട്ട് പ്രണയിച്ചു. ഒളിഞ്ഞും പാത്തും സരിതയും അനന്തവും പലതും ചെയ്തു. അവർ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. പക്ഷേ ഒന്നും അങ്ങോട്ട് പൂർണ്ണതയിലെത്തുന്നില്ല. ഒരു പൂർണ്ണത കിട്ടാനുള്ള കൊതിയോടെ സരിത ആ വീട്ടിലൂടെ വിളറി പിടിച്ച് മുക്രയിട്ട് നടന്നു.
മീനു കാണാതെ അനന്തുവിൻ്റെ തല തുവർത്തി കൊടുക്കാനും അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കാനും അവന് കൈ തുടയ്ക്കാൻ തൻ്റെ നൈറ്റി ഉയർത്തി കൊടുക്കാനും സരിത മനഃപൂർവ്വം സാഹചര്യങ്ങളുണ്ടാക്കി. അടുക്കളയും ഡൈനിങ് ടേബിളും മുകളിലെ ബാൽക്കണിയും അവരുടെ പ്രണയകാമത്തിന് സാക്ഷിയായി. ജയേഷ് എന്നും വീട്ടിലുണ്ടായതുകൊണ്ട് രാത്രി കുറേ സമയമൊന്നും ഇവിടെ ഇരിക്കാൻ സരിതയ്ക്ക് സാധിക്കാറില്ല. എന്നാലും ചില ദിവസങ്ങളിലൊക്കെ അവൾ രാത്രി വൈകുവോളം മീനുവിൻ്റെയും അനന്തുവിൻ്റെയും ഒപ്പം ബാൽക്കണിയിലിരുന്ന് സംസാരിക്കും. ആ സംസാരത്തിലൊന്നും ജയേഷ് കൂടാറില്ല. ആ വെളിച്ചം കുറഞ്ഞ ബാൽക്കണിയിലിരുന്ന് മീനു കാണാതെ അവർ രണ്ടാളും പ്രണയസല്ലാപങ്ങൾ നടത്തി. തൊട്ടും തടവിയും അവർ കാമപരവശരായി. ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സരിതയ്ക്ക് കൺട്രോൾ പോയി തുടങ്ങും. വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന ജയേഷിനെ വിളിച്ചുണർത്തി അനന്തു തഴുകി ഉയർത്തിയ ശരീരത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കും. അനന്തു റൂമിൽ ചെന്ന് മീനുവിൻ്റെ ദേഹത്തും തീർക്കും. മീനു അവളുടെ വീട്ടിലേക്കൊന്ന് വിരുന്നു പോകാൻ, അല്ലെങ്കിൽ ജയേഷ് ഒരു മീറ്റിങ്ങിനായി തിരുവനന്തപുരത്ത് പോകാൻ സരിതയും അനന്തുവും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അപ്പോഴും സരിതയ്ക്ക് ജയേഷിനോടോ അനന്തുവിന് മീനുവിനോടോ സ്നേഹത്തിൽ തരുമ്പും കുറവ് വന്നിട്ടില്ല. തങ്ങളുടെ ബന്ധം അവരറിയാതിരിക്കാൻ അവർ രണ്ടാളും നന്നായി ശ്രദ്ധിച്ചു. ഒരു ദിവസം ഒരു തവണയെങ്കിലും സരിതയ്ക്ക് അനന്തു കാരണം എന്തേലുമൊക്കെ സംഭവിക്കും. അതവൾക്ക് നിർബന്ധവുമായിരുന്നു. അവർ മറ്റാരും അറിയാതെ പ്രേമിച്ചും കാമിച്ചും ആ വീട്ടിൽ കഴിഞ്ഞു. കിട്ടുന്ന അവസരം പാഴാക്കാതെ അവർ സ്പർശനസുഖം നേടി. ഒരു ഞായറാഴ്ച അനന്തു വീട്ടിലുണ്ട്. ജയേഷ് പുറത്തു പോയിട്ടുണ്ട്. 10 മണിക്ക് അല്പം കഞ്ഞി കുടിച്ച് അമ്മ ഉറങ്ങാനായി കിടന്നു. മരുമക്കൾ വന്നതിന് ശേഷം 10 മണിക്ക് കഞ്ഞി കുടിച്ച് ഒരു ഉറക്കം അമ്മയ്ക്ക് പതിവാണ്. അടുക്കളപ്പണി കുറച്ചൊക്കെ ഒതുക്കി മീനു കുളിക്കാനായി മുകളിലേക്ക് പോയി. ഇനി അവൾ താഴോട്ടിറങ്ങുന്ന സമയം സരിതയ്ക്കറിയാം. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടാണ് മീനു കുളിക്കുക. വൃത്തിയുടെ കാര്യത്തിൽ കണിശക്കാരിയായ മീനു കുളിക്കാനെടുക്കുന്ന സമയവും സരിതയ്ക്കറിയാം. എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂർ കഴിയാതെ മീനു താഴോട്ട് വരില്ല. അനന്തു വരുമെന്ന് സരിതയ്ക്ക് ഉറപ്പായിരുന്നു. അല്പസമയത്തിനകം അവൻ അടുക്കളയിലേക്ക് വരികയും ചെയ്തു. ഏട്ടത്തി, ഞായറാഴ്ചയൊക്കെയല്ലേ, ഇന്നെന്താ സ്പെഷ്യല്? കള്ളച്ചിരിയോടെ അനന്തു ചോദിച്ചു. നിനക്കെന്താ വേണ്ടേ? എളിക്ക് കൈകുത്തി നിന്ന് സരിത ചോദിച്ചു. എനിക്ക് വേണ്ടത് പറഞ്ഞാൽ ഏട്ടത്തി തരില്ല. നീ പറഞ്ഞു നോക്ക്, തരാൻ പറ്റുന്നതാണോ എന്ന് ആലോചിക്കാം. ആരും വരില്ലെന്ന ധൈര്യം അവർക്കുണ്ടായിരുന്നു. അനന്തു സരിതയുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ ആഗ്രഹം പറയാൻ ഒരുങ്ങിയതും ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് ആ ഉദ്യമം അവസാനിപ്പിച്ചു. അന്ന് രാത്രി ബാൽക്കണിയിലിരിക്കുകയാണ് സരിതയും അനന്തുവും മീനുവും. പല കാര്യങ്ങളും അവർ സംസാരിക്കും. പുതിയതായി ഇറങ്ങിയ സിനിമയെപ്പറ്റിയായിരുന്നു ഇന്നത്തെ ചർച്ച. ജയേഷ് ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാറില്ല. അടുത്ത ആഴ്ച എല്ലാവർക്കും കൂടി ആ സിനിമയ്ക്ക് പോകാനും അവർ തീരുമാനിച്ചു. അതിനിടയ്ക്കാണ് മീനു ഒരു ബോംബ് പൊട്ടിച്ചത്. അവരുടെ ആവേശം കുതിച്ചുയരാൻ മീനു പൊട്ടിച്ച ബോംബ് കാരണമായി. അവൾക്ക് 2 ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് അവളുടെ അമ്മ കുറേയായി വിളിക്കുന്നെന്ന്. സരിത ദാഹത്തോടെ നോക്കിയത് അനന്തുവിൻ്റെ മുഖത്തേക്കാണ്. ആ മങ്ങിയ വെളിച്ചത്തിലും ഏട്ടത്തിയുടെ കണ്ണുകൾ കാമത്താൽ ജ്വലിക്കുന്നത് അനന്തു കണ്ടു. ഒരവസരം വന്ന സന്തോഷത്തിൽ സരിതയ്ക്കുണ്ടായ കടി ചില്ലറയല്ല. അതവരാദ്യമേ തീരുമാനിച്ചതാണ്. അവരായിട്ട് ബുദ്ധിമുട്ടി ഒരവസരം ഉണ്ടാക്കില്ല. നല്ലൊരവസരം വന്നാൽ മാത്രം അത് മുതലാക്കും. ഇതാണ് ആ അവസരം, കാത്തിരുന്ന സുവർണാവസരം. മീനു ഇടയ്ക്ക് അവളുടെ വീട്ടിൽ പോയാൽ സരിത ഇവിടെയാണ് കിടക്കുക. അമ്മയ്ക്ക് വയ്യാത്തല്ലേ. എന്നാൽ ജയേഷ് രാത്രി ഭക്ഷണം ഇവിടുന്ന് കഴിച്ച് കിടക്കാനായി അവൻ്റെ വീട്ടിലോട്ട് പോവും. രാത്രി മരുന്ന് കഴിച്ച് കിടക്കുന്ന അമ്മ രാവിലെ എഴുന്നേൽക്കുമെന്ന് സരിതയ്ക്കും അനന്തുവിനും നന്നായിട്ടറിയാം. നാളെ തന്നെ പോണോടി മീനു? അവളെ പറഞ്ഞറിയിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അനന്തു ചോദിച്ചു. നാളെ ചെല്ലാനാ അമ്മ പറഞ്ഞത്. ചേട്ടൻ രാവിലെ വണ്ടിയുമായി വരാമെന്ന് പറഞ്ഞു. 2 ദിവസം നിന്നാൽ മതി മീനു. എനിക്ക് ചെക്കനെ കാണാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ലടി. അനന്തുവിൻ്റെ മുഖത്തേക്ക് കാമാർത്തയായി നോക്കി സരിത പറഞ്ഞു. ഒരാഴ്ച നിൽക്കണമെന്ന് അമ്മ പറഞ്ഞത്. ഏതായാലും ഒരു 4 ദിവസം നിൽക്കേണ്ടി വരും. അതൊന്നും വേണ്ട, 2 ദിവസം നിന്നാൽ മതി. ഞാൻ 2 ദിവസം കഴിഞ്ഞങ്ങ് വരാം.
നീയും കുഞ്ഞും ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വരാൻ തന്നെ തോന്നില്ല. അനന്തു ഭാര്യയോടുള്ള സ്നേഹം തുറന്നു കാട്ടി. ഏതായാലും നാളെ മീനു അവളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പിറ്റേന്ന് അനന്തു ഓഫീസിൽ പോയി കഴിഞ്ഞ് മീനുവിൻ്റെ ചേട്ടൻ കാറുമായി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവരെ യാത്രയാക്കി വാതിലടച്ച സരിത ആഹ്ലാദത്തിമിർപ്പിലായിരുന്നു. അവൾക്കിത് സ്വപ്ന സാക്ഷാത്കാരമാണ്. 4 വർഷമായി കാണുന്ന സ്വപ്നം ഇന്ന് പൂവണിയും. സഹിക്കാനാവാത്ത സൂക്കേടൊന്നും തനിക്കില്ലെന്ന് സരിതയ്ക്കറിയാം. ഭർത്താവ് തന്നെ തൻ്റെ കഴപ്പ് മാറ്റാറുണ്ട്. പക്ഷെ അനന്തു, അവനോട് തനിക്ക് വല്ലാത്ത അഭിനിവേശമാണ്. ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും അനന്തുവിനെ തനിക്ക് വേണം. അവനെ അത്രമാത്രം ആഗ്രഹിച്ചു പോയി. അന്ന് പകൽ മുഴുവൻ സരിത പാറിപ്പറക്കുകയായിരുന്നു. അമ്മ മുറിയിൽ കിടക്കുകയായിരുന്നത് കൊണ്ട് വേറെ ആരുമില്ലാത്ത ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവൾക്ക് കാമചിന്ത മാത്രമായി മനസ്സിൽ. വൈകിട്ട് പതിവിലും അല്പം നേരത്തെയാണ് അനന്തു വന്നത്. ടേബിളിൽ ചായ കുടിച്ചിരിക്കുന്ന അമ്മയോട് അല്പം കുശലം പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. അമ്മയുടെ അടുത്ത് സരിത ഇരിക്കുന്നുണ്ടെങ്കിലും അവളോട് അനന്തു ഒന്നും മിണ്ടിയില്ല. എങ്കിലും ഒരു നോട്ടത്തിലൂടെ ഒരു സൂചന അവൻ കൊടുത്തു. സരിത തലയാട്ടി. അമ്മേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അലക്കിയിട്ട തുണികളൊക്കെ എടുത്തു വെക്കാനുണ്ട്. ചായ കുടി കഴിഞ്ഞ് സരിത തന്നെ അമ്മയെ റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി. ജയേഷ് വരാൻ 7-8 മണിയാകുമെന്നറിയാവുന്ന സരിത മുകളിലേക്ക് ഒറ്റ കുതിപ്പായിരുന്നു. അനന്തുവിൻ്റെ മുറിവാതിലെത്തി അവൾ അകത്തേക്ക് നോക്കി. വേഷം മാറാതെ ബെഡിലിരിക്കുകയാണ് അനന്തു. സരിതയെ കണ്ട് അവൻ കൈ മാടി വിളിച്ചു. സരിത വല്ലാത്തൊരു തരിപ്പോടെ അകത്തേക്ക് കയറി. എന്താണ് അനന്തൂട്ട, വരാൻ പറഞ്ഞേ? അവൻ്റെ അടുത്തേക്ക് കയറി നിന്ന് സരിത ചോദിച്ചു. അനന്തു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചടിപ്പിച്ചു. എനിക്ക് കുളിക്കണം. അതിനെന്താ? അനന്തൂട്ടം കുളിച്ചോ? ഏട്ടത്തി കുളിപ്പിച്ചു തരണം. അത് കേട്ട സരിത അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. പിന്നെ കുനിഞ്ഞ് അവൻ്റെ ചുണ്ടിലൊരു ഉമ്മ കൊടുത്ത് അവനെ ബെഡിൽ എണീപ്പിച്ചു. ഇന്ന് രാത്രി നടത്താനിരുന്ന അഴിഞ്ഞാട്ടം ഇപ്പം തന്നെ നടക്കുമെന്ന് സരിതയ്ക്ക് ഏതാണ്ട് ഉറപ്പായി. ആ യുവകോമളനെ സരിത ആർത്തിയോടെ നോക്കി. അപ്പം സ്റ്റോറി അങ്ങനെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം. വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.